ഹലോ ഗൈസ്, എൻ്റെ കൈക്ക് ഇതാ നല്ല രീതിയിലൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൈയിൻ്റെ ജോയിൻറ്റിന് നല്ല പെയിൻ ആയിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഈ ഒരു സാധനം 2 ദിവസത്തേക്ക് ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ 2-3 ദിവസത്തേക്ക് ഇതെൻ്റെ കൈമിലുണ്ടാവും കേട്ടോ. നമുക്ക് എന്ത് വയ്യാഞ്ഞാലും നമ്മളെ പണികൾ നമ്മൾ തന്നെ എടുക്കണമല്ലോ. അപ്പോൾ നന്ദൂട്ടി ഇതാ ഡോയ്സൊക്കെ പരത്തിയിട്ടുണ്ട്. എന്നപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. അവൾ ഉറങ്ങിയ സമയത്ത് എടുത്ത് വെക്കണം. ഇനി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം അടുത്ത ദിവസം അവൾ എഴുന്നേറ്റാൽ പിന്നെയും ഇങ്ങനെ തന്നെ ആവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആട്ടോ ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത്. ഇന്നൊരു മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പുള്ള വീട്ടിൽ നന്നായിട്ട് ഒരുപാട് ചെറി ഉണ്ടായിട്ടുണ്ടോ. എല്ലാ വർഷവും ചെറി ഉണ്ടാവും, പക്ഷെ ആരും ഇത് എടുക്കാറില്ല കേട്ടോ. ആരും ഒന്നും എടുക്കാറില്ല. പക്ഷെ നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഒരു കൊല നമ്മൾ വീട്ടിൽ വാഴ കുലച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, കൊല ഇങ്ങനെ പഴുക്കാൻ വേണ്ടി ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഞാൻ 2 ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ചൂടായതിനെ കൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് എല്ലാം അധികം പഴം ചീത്തയായി പോയിട്ടോ. അപ്പോൾ ഞാൻ നല്ല പഴമൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുക കേട്ടോ. ബാക്കി ചീത്തയായതൊക്കെ കളയാൻ വേണ്ടി നോക്കുകയാണ്. ചൂടായതിനെ കൊണ്ട് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ചീത്തയായി പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊല ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പഴുത്തിട്ട് ഇങ്ങനെ കൊടുക്കുകയൊന്നുമില്ല, ഇങ്ങനെ കഴിക്കുക കേട്ടോ ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞപ്പോൾ രാത്രി അമ്മ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അമ്മ അരി വറക്കുക കേട്ടോ. ചാരുട്ടിക്ക് സ്കൂൾ പൂട്ടിയല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അരിയുണ്ടയോ അല്ലെങ്കിൽ അരി വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അരി വറക്കുക കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ചാരുട്ടിക്ക് ഇപ്പോൾ സ്കൂൾ പൂട്ടിയാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ മറന്നു പോകും. അപ്പോൾ മാത്സ് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ മാത്സ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണേ. നല്ല മടിയുണ്ട്, കാരണം കുറേ ദിവസമായി ബുക്സൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇരുത്തി പഠിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.